RSS നേതാവ് ശ്രീനിവാസനെ കടയിൽ കയറി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഷംനാദ് കൊച്ചിയിൽ താമസിച്ചത് 2 വർഷത്തോളമെന്ന് NIA അറസ്റ്റ് ചെയ്യുമ്പോൾ പ്രതി മുടിവെട്ട് കട നടത്തുകയായിരുന്നു എന്നാണ് വിവരം. വിശദാംശങ്ങളുമായി സഹിൻ ആന്റണിയാണ് നമുക്കൊപ്പം ചേരുന്നത്. സഹിൻ, അതായത് 2 വർഷത്തോളമായി കൊലപാതകം നടത്തി മുങ്ങി ഈ കൊച്ചിയിൽ 2 വർഷത്തോളമായി ഒരു സാധാരണ ജീവിതം നയിക്കുകയായിരുന്നു ഇയാൾ, അല്ലേ? അങ്ങനെ പറയാൻ കഴിയില്ല പിന്നില്. 2 വർഷത്തോളമായി സാധാരണ ജീവിതം നയിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് അത്തരത്തിൽ പറയാൻ പറ്റില്ല. NIA നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇയാൾ അവിടെയും ചില സംഘടനയുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, കൂടുതൽ അക്രമ പദ്ധതികൾക്ക് അല്ലെങ്കിൽ അക്രമം നടത്താൻ ഒരു പദ്ധതി ഇട്ടിരുന്നു എന്നുള്ളതാണ്. അവിടെ ചില ആളുകൾ വന്നു പോകാറുണ്ടായിരുന്നു. അവരെക്കുറിച്ച് NIA കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. RSS നേതാവ് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ കൊച്ചി കറുകപ്പള്ളിയിലാണ് എത്തിയത്. അവിടെ വന്ന് ഒരു മുടിവെട്ട് കട നടത്തുകയായിരുന്നു. ആ മുടിവെട്ട് കട നടത്തുമ്പോഴും ഈ കടയിലേക്ക് കസ്റ്റമേഴ്സ് അല്ലാതെ മറ്റു ചില ആളുകൾ നിരന്തരം വന്നു പോകാറുണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ ചില മീറ്റിങ്ങുകൾ നടക്കാറുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം NIA പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും NIAയുടെ പിടിയിലാകുമ്പോൾ ഇയാൾ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തേക്ക് വിടുന്നില്ല. പക്ഷേ NIA വിശദമായി തന്നെ ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാളെ ഇതിലേക്ക് ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കാര്യങ്ങളൊന്നും പറയുന്നില്ലായിരുന്നു. ഇനി NIA ഇയാളെ കസ്റ്റഡിയിലെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. മുടിവെട്ട് കട നടത്തി ഈ കേസിൽ നിന്ന് മാറി നിന്നെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി നിൽക്കുകയായിരുന്നു ഈ പ്രതി ആയിട്ടുള്ള ഷംനാദ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. NIA നൽകിയ വിവരങ്ങളാണ് സഹിൻ ആന്റണി പങ്കുവച്ചത്.